സ്വാഗതം. 12ാം ക്ലാസ് സയൻസിനു ശേഷം ഇന്ത്യയിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ അയച്ചു തന്ന ഈ കുറിപ്പുകൾ ശരിക്കും ഗംഭീരമാണ്. ഇതൊരു വെറും ലിസ്റ്റല്ല, ഓരോ വഴിയുടെയും ഒരു തരം, ഒരു എക്സ്റേ പോലെയാണ്. IIT, IISER, നീറ്റ്, JEE, ഈ പേരുകളുടെ ഒക്കെ ഒരു കടലിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിൽക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ലൈറ്റ് ഹൗസ് പോലെയാണ്. ശരിയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു കോഴ്സുകളുടെ ലിസ്റ്റാണെന്ന് തോന്നാം. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഓരോന്നും ഓരോ തരം ചിന്താരീതിയിലേക്കും ജീവിതത്തിലേക്കുമുള്ള വാതിലുകളാണെന്ന് കാണാൻ പറ്റുന്നത്. അതെ, ഒരു ഗവേഷകന്റെ വഴി, ഒരു നിർമ്മാതാവിന്റെ വഴി, രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരാളുടെ വഴി, അങ്ങനെ പലതാണ്. ആ ഒരു ഫ്രെയിംവർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ശരി, നമുക്കിതിന്റെ ഓരോ കാര്യത്തിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാലോ? തീർച്ചയായും. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരുടെ ആ ഗവേഷകന്റെ പാതയിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്യുവർ സയൻസ് അഥവാ ശുദ്ധശാസ്ത്രം. നിങ്ങളുടെ കുറിപ്പുകളിലെ ആദ്യത്തെ വിഭാഗം അതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ അടിസ്ഥാന വിഷയങ്ങൾ, അതിന്റെ ഒപ്പം ഗവേഷണ അധിഷ്ഠിതം എന്നൊരു വാക്കും. പലരും ഇതിനെ ഒരു അക്കാഡമിക് കരിയറായി മാത്രം കാണുമ്പോൾ എന്താണ് ഇതിനെ ശരിക്കും വ്യത്യസ്തമാക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇതൊരു ജോലി നേടാനുള്ള കോഴ്സ് എന്നതിലുപരി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള ഒരു പരിശീലനമാണ്. ഓ ശരി. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISER, പിന്നെ നൈസർ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. അവ വെറും കോളേജുകളല്ല, അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹമുള്ളവരുടെ ഒരു കളിത്തട്ടാണ്. അവിടെ ചോദ്യം ചോദിക്കുന്നതിനാണ് മാർക്ക്, അല്ലാതെ മനഃപാഠമാക്കി ഉത്തരം പറയുന്നതിനല്ല. പറഞ്ഞത് വളരെ ശരിയാണ്. ആ ഒരു വ്യത്യാസം അവരുടെ പ്രവേശന പരീക്ഷകളിലും വ്യക്തമായി കാണാമല്ലോ. നിങ്ങളിവിടെ JEE അഡ്വാൻസ്ഡിന്റെ കൂടെ IIT-യെക്കുറിച്ചും, അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, ഇത് രണ്ടും രണ്ടു തരം ചിന്താശേഷിയല്ലേ അളക്കുന്നത്. JEE ഒരു പക്ഷേ വേഗതയും കൃത്യതയുമുള്ള പ്രോബ്ലം സോൾവർമാരെ കണ്ടെത്താനാണെങ്കിൽ, അതേസമയം IIT ഒരു പുതിയ വിവരം കിട്ടുമ്പോ ഒരു ശാസ്ത്രജ്ഞനെപ്പോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കുകയല്ലേ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു. JEE ഒരു ഒളിമ്പിക്സ് ഓട്ടക്കാരനെ കണ്ടെത്തുന്നത് പോലെയാണ്, IIT ഒരു മലകയറ്റക്കാരനെ കണ്ടെത്തുന്നത് പോലെയും. വഴിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ പുതിയ വഴികൾ കണ്ടെത്തുന്ന കഴിവ്. കൊള്ളാം. ഒരിക്കൽ IISc-യിലെ ഒരു പ്രൊഫസർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവർക്ക് വേണ്ടത് പ്രൊഡക്റ്റീവ്ലി ലോസ്റ്റായ വിദ്യാർത്ഥികളെയാണത്രേ. പ്രൊഡക്റ്റീവ്ലി ലോസ്റ്റ് അതെന്താണ്? അതായത് ഉത്തരം അറിയില്ല എന്ന യാഥാർത്ഥ്യത്തിൽ പരിഭ്രമിക്കാതെ ആ അറിയായ്മയെ ആസ്വദിച്ച് മുന്നോട്ടു പോകുന്നവർ. അതാണ് ശരിക്കും ഗവേഷണ മനോഭാവം. അതൊരു നല്ല കാഴ്ചപ്പാടാണ്. അപ്പോ ഈ പാത തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ ഭാവി എന്താണ്? ഒരു 4 വർഷത്തെ ബിരുദവും ജോലിയുമല്ല ഇതിന്റെ അവസാനമെന്ന് വ്യക്തം. അല്ല, ഇതൊരു മാരത്തോണാണ്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BSMS, അതിനുശേഷം ഇന്ത്യയിലോ വിദേശത്തോ ഒരു PhD, പിന്നെ CSIR, DRDO, ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു ശാസ്ത്രജ്ഞനാകാം, അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള ഒരു സർവകലാശാലയിൽ പ്രൊഫസറാകാം. അപ്പോ ഇതിന്റെ പ്രതിഫലം? പണത്തെക്കാളുപരി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയില്ലേ, അതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രതിഫലം. ശരിയാണ്. അപ്പോൾ ഈ കണ്ടെത്തലുകളുടെ ലോകത്ത് നിന്ന് നമുക്ക് നിർമ്മാണത്തിന്റെ ലോകത്തേക്ക് വരാം. അതായത് ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ബിൽഡറുടെ പാത, എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ്. നിങ്ങളുടെ കുറിപ്പുകളിലെ ഏറ്റവും വലിയ ഭാഗവും ഇതുതന്നെയാണ്. IIT-കൾ, NIT-കൾ, IIIT-കൾ, ബിറ്റ്സ് പിലാൺ, ഇതൊരു ബ്രാൻഡുകളുടെ നിര പോലെയാണ്. ഇതിലൊന്ന് കിട്ടുന്നത് വെറുമൊരു അഡ്മിഷൻ മാത്രമല്ല, ഒരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ്, അല്ലേ? തീർച്ചയായും. ആ പേരുകൾക്ക് പതിറ്റാണ്ടുകളുടെ മൂല്യമുണ്ട്. പക്ഷേ അതിലേക്കെത്തുന്ന വഴി അത്ര എളുപ്പമല്ല. അതെ. നിങ്ങൾ വരച്ചുകാട്ടിയ ആ JEE സംവിധാനം എനിക്ക് വളരെ കൗതുകരമായി തോന്നി. അതൊരു പരീക്ഷയല്ല, മറിച്ച് ഒരു ഭീമാകാരമായ ഫണലാണ്. ഫണൽ? അതെ, 10 ലക്ഷത്തിലധികം പേർ എഴുതുന്ന JEE മെയിൻ എന്ന ആദ്യ കടമ്പ. അതിൽ നിന്ന് അരിച്ചുമാറ്റി ഏറ്റവും മികച്ച ഏകദേശം 2.5 ലക്ഷം പേർക്ക് മാത്രം IIT-കളിലേക്കുള്ള JEE അഡ്വാൻസ്ഡ് എഴുതാൻ അവസരം കിട്ടുന്നു. ഇത് കഴിവുള്ളവരെ കണ്ടെത്താനുള്ള ഒരു ക്രൂരമായ എന്നാൽ വളരെ കാര്യക്ഷമമായ മാർഗമാണ്. ക്രൂരമായ എന്ന വാക്ക് വളരെ ശരിയാണ്. ഈ മത്സരത്തിൽ വിജയിച്ചു പുറത്തുവരുന്ന ഒരാൾക്ക് പിന്നെ എന്തൊക്കെയാണ് സാധ്യതകൾ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡേറ്റാ സയന്റിസ്റ്റ്. അതെ, അതൊക്കെ സാധാരണ വഴികൾ. പക്ഷെ അതിനപ്പുറം
ഇന്ത്യയിലൊരു മികച്ച IIT-യിൽ നിന്നോ NIT-യിൽ നിന്നോ ഉള്ളൊരു ബിടെക് ബിരുദം ഒരു തരം പാസ്പോർട്ടാണ്. പാസ്പോർട്ടോ? അതെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളിലേക്കും അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിലേക്കുമുള്ളൊരു പാസ്പോർട്ട്. അതുകൊണ്ടാണ് പലരും ബിരുദത്തിനു ശേഷം മാസ്റ്റേഴ്സിനായി അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ പോകുന്നത്. ആ ബിരുദത്തിന് ലോകം മുഴുവനൊരു വിലയുണ്ട്. ശരിയാണ്. ഈ എഞ്ചിനീയറിംഗ് ശാഖകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എന്നൊക്കെയുള്ള പാരമ്പരാഗത വേർതിരിവുകൾ അതൊക്കെ ഇപ്പോഴും അത്ര പ്രസക്തമാണോ? അതൊരു വളരെ നല്ലൊരു പോയിന്റാണ്. നിങ്ങളുടെ കുറിപ്പുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോ ഇൻഫർമാറ്റിക്സ് പോലുള്ള പുതിയ മേഖലകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ട്. ഇന്ന് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വെറും യന്ത്രങ്ങളെക്കുറിച്ചല്ല പഠിക്കുന്നത്, റോബോട്ടിക്സിനെക്കുറിച്ചും ഓട്ടോമേഷനെക്കുറിച്ചും പഠിക്കുന്നു. ഒരു സിവിൽ എഞ്ചിനീയർ സ്മാർട്ട് സിറ്റികളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പൊ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, നിങ്ങളുടെ കുറിപ്പുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ബയോ ഇൻഫോർമാറ്റിക്സ് തന്നെ എടുക്കാം. അത് കേൾക്കുമ്പോൾ സങ്കീർണമായി തോന്നാം. പക്ഷെ ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഴുവൻ DNA വിവരങ്ങളും ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ കഴിയും. അതൊരു വലിയ ഡേറ്റ ആയിരിക്കും. ഭീമാകാരമായ ഡാറ്റ. ആ ഡേറ്റയെ വായിച്ച് ഒരു രോഗത്തിന് കാരണമാകുന്ന ജീൻ ഏതാണെന്ന് കണ്ടെത്താൻ ഒരു ബയോളജിസ്റ്റിനെ സഹായിക്കുന്ന കോഡിംഗ് വൈദഗ്ധ്യമുള്ള ആളാണ് ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് വിദഗ്ധൻ. അപ്പൊ അയാൾ ഒരേ സമയം ഒരു ശാസ്ത്രജ്ഞനും ഒരു ഡാറ്റ സയന്റിസ്റ്റുമാണ്. അതാണ് നമ്മൾ പറയുന്ന ഭാവി. സുഖപ്പെടുത്തുക എന്നതാണെങ്കിലോ? അവിടെയാണ് നിങ്ങളുടെ കുറിപ്പുകളിലെ അടുത്ത പ്രധാന ഭാഗം വരുന്നത്. ഹീലറുടെ പാത അഥവാ മെഡിസിൻ. ഇതിന് തികച്ചും വ്യത്യസ്തമായൊരു മനോഭാവം തന്നെ വേണ്ടിവരും, അല്ലേ? തീർച്ചയായും. ഇവിടെ വേണ്ടത് ക്ഷമയും സേവന മനോഭാവവും അതിലുപരി മനുഷ്യന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവുമാണ്. ശരിയാണ്. ഈ മേഖലയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കുറിപ്പുകൾ നീറ്റ് UG എന്ന ഒറ്റ വാക്കിൽ കാര്യങ്ങൾ ഒതുക്കുന്നുണ്ട്. രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കിയ ഒരു പരീക്ഷ. അതെ, ആ ഒറ്റ പരീക്ഷ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇനി സ്ഥാപനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ എയിംസ്, CMC വെല്ലൂർ, AFMC ഈ പേരുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം തിളക്കം? അതിന്റെ ഉത്തരം പാഠപുസ്തകങ്ങളിലല്ല. പിന്നെ ആ സ്ഥാപനങ്ങളെ ഇതിഹാസങ്ങളാക്കുന്നത് അവിടത്തെ പേരോ സൗകര്യങ്ങളോ മാത്രമല്ല, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഏറ്റവും സങ്കീർണവും അപൂർവമായ കേസുകൾ. നേരിട്ട് കാണാൻ പറ്റുന്നു. അതെ, ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് കാണാനും പഠിക്കാനും കിട്ടുന്ന അവസരമാണ്. നിങ്ങളൊരു പുസ്തകത്തിൽ നിന്നല്ല പഠിക്കുന്നത്, മറിച്ച് വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും മുൻനിരയിൽ നിന്നുകൊണ്ടാണ്. അത് വലിയൊരു അനുഭവമായിരിക്കും. ലോകത്ത് മറ്റൊരിടത്തും കിട്ടാത്തൊരു പരിശീലനമാണത്. അതുകൊണ്ടാണ് ഒരു എയിംസ് ബിരുദം ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ആഴം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ സംഭവിച്ചതുപോലുള്ള സാങ്കേതിക വിദ്യയുടെ സ്വാധീനം അത് മെഡിക്കൽ രംഗത്തുമില്ലേ? തീർച്ചയായുമുണ്ട്. ഡോക്ടർമാർക്ക് പകരം റോബോട്ടുകൾ ശസ്ത്രക്രിയ ചെയ്യുന്നതിനെക്കുറിച്ചും എക്സ്റേ നോക്കി രോഗം നിർണ്ണയിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഡോക്ടർമാരുടെ ആവശ്യം കുറയുമോ? ഒരിക്കലുമില്ല. ഇതിനർത്ഥം ഡോക്ടർമാരുടെ ആവശ്യമില്ല എന്നല്ല, മറിച്ച് ഒരു ഡോക്ടറുടെ കഴിവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സാങ്കേതികവിദ്യയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നുകൂടി പഠിക്കുന്ന ഡോക്ടർമാർക്കായിരിക്കും ഭാവിയിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയുക. അപ്പോൾ ഗവേഷകൻ, നിർമ്മാതാവ്, വൈദ്യൻ ഈ 3 പ്രധാന വഴികളും നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ നിങ്ങളുടെ കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. ഇന്നത്തെ കാലത്ത് ഈ വഴികളൊന്നും ഒരൊറ്റപ്പെട്ട തുരുത്തുകളല്ല. അല്ലേയല്ല. ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ വരുന്നുണ്ടല്ലേ? അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഉദാഹരണത്തിന് നാനോ ടെക്നോളജി. ക്യാൻസർ കോശങ്ങളെ മാത്രം കണ്ടെത്തി നശിപ്പിക്കുന്ന വളരെ ചെറിയ റോബോട്ടുകളെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് ഒരേ സമയം മെഡിസിനും എഞ്ചിനീയറിംഗും കെമിസ്ട്രിയുമാണ്. IIT-കളും IISc-യും IACR-കളുമെല്ലാം ഇത്തരം ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം, ഭാവിയുടെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു വിഷയത്തിലെ അറിവ് മാത്രം മതിയാവില്ല. അതുപോലെ പ്രതിരോധ മേഖലയിലേക്ക് NDA വഴി പോകുന്നതും അല്ലെങ്കിൽ ഇസ്രോയിലോ DRDOയിലോ ചേരുന്നതും പോലുള്ള പ്രത്യേക വഴികളെക്കുറിച്ചും നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതെ. അവയെ ഒരു ജോലിയായി കാണുന്നതിലുപരി ഒരുതരം ദൗത്യമായി കാണുന്നവർക്കുള്ളതാണ് ആ പാതകളെന്ന് തോന്നുന്നു. അതെ, രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹമുള്ള, എന്നാൽ ശാസ്ത്രീയമായ കഴിവുകളുള്ള ഒരാൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച വഴികളാണവ. അവിടെ ജോലിയുടെ സുരക്ഷിതത്വത്തിനപ്പുറം രാജ്യസേവനം എന്നൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. ശരി, ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ
ചിത്രം കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിന്റെ കാതലിലേക്ക് വരാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നിങ്ങൾ തയ്യാറാക്കിയ ആ ക്വിക്ക് ഡിസിഷൻ മാപ്പ് എങ്ങനെയാണ് സഹായകമാകുന്നത്? ആ മാപ്പ് ഒരു കണ്ണാടി പോലെയാണ്. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രമല്ല നോക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്കാണ്. ഓക്കെ. അതിലെ ആദ്യത്തെ പോയിന്റ് നോക്കൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലും കോഡിംഗിലും താൽപ്പര്യമുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാം. ഇവിടെ കോഡിംഗ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതെന്താ? അത് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രശ്നത്തെ എങ്ങനെ ഘട്ടം ഘട്ടമായി വിഭജിച്ച് പരിഹരിക്കാം എന്ന ചിന്ത. ശരി. രണ്ടാമതായി, ബയോളജിയിൽ താൽപ്പര്യവും സേവന മനോഭാവവും ഉണ്ടെങ്കിൽ മെഡിസിൻ. ആ സേവന മനോഭാവം എന്ന വാക്കാണ് ഇവിടത്തെ താക്കോൽ, അല്ലേ? അതെ. ഒരു 10 വർഷമെങ്കിലും പഠനത്തിനായി മാറ്റിവെക്കാനും ഒരു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യമാണത്. ശരിയാണ്. മൂന്നാമതായി, എന്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഗവേഷണത്തിൽ താൽപ്പര്യവുമുണ്ടെങ്കിൽ ശുദ്ധശാസ്ത്രം. അതിന് ക്ഷമ ഒരുപാട് വേണം. തീർച്ചയായും. ഇവിടെ വേണ്ടത് ക്ഷമയും ഒരു ചോദ്യത്തിന്റെ പല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുമാണ്. ഇത് നിങ്ങളുടെ കഴിവുകളെ മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവത്തെയും അഭിരുചിയെയുമാണ് അളക്കുന്നത്. അപ്പോ നേരത്തെ തുടങ്ങണം. അതെ. 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തം താൽപ്പര്യം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് വളരെ പ്രധാനമാകുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. 12ാം ക്ലാസ് സയൻസിന് ശേഷമുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല. അല്ല, മറിച്ച് അടുത്ത 40 വർഷത്തേക്ക് നിങ്ങൾ ഏത് തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളൊരു കണ്ടുപിടുത്തം നടത്തുന്ന ആളാകാനാണോ, അതോ എന്തെങ്കിലും നിർമ്മിക്കുന്ന ആളാകാനാണോ, അതോ ആരെങ്കിലും സുഖപ്പെടുത്തുന്ന ആളാകാനാണോ ആഗ്രഹിക്കുന്നത്? വളരെ ശരിയാണ്. നിങ്ങളുടെ ഈ കുറിപ്പുകൾ എന്ത്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. സ്ഥാപനങ്ങൾ, പരീക്ഷകൾ, അങ്ങനെ. ഇതിനാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പരിഹാരം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ മരുന്ന് കണ്ടെത്താനാണോ, ദാരിദ്ര്യം കുറയ്ക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു പുതിയ രഹസ്യം കണ്ടെത്താനാണോ? അതെ. ഒരുപക്ഷേ ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ സ്വന്തം ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വഴികാട്ടി. ഈ വിശദമായ കുറിപ്പുകൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് അവരുടെ സ്വന്തം വഴി കണ്ടെത്താൻ ഇതൊരു വലിയ സഹായമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.